നമസ്കാരം. മലബാർ സിറ്റി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. പ്രധാന വാർത്തകൾ. 2024 വിട. പ്രത്യാശയും പ്രതീക്ഷയുമായി പുതുവർഷത്തെ വരവേറ്റ് ലോകം. 2024 കടന്നുപോകുന്നത് കേരളത്തിന് മറക്കാനാവാത്ത നൊമ്പരവുമായി. വയനാട് ദുരന്തമുൾപ്പെടെ കേരളം നേരിട്ടത് സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങൾ. വല്ലപ്പുഴയിൽ 15 വയസ്സുകാരിയെ കാണാനില്ലെന്ന് പരാതി. ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ ഷഹാന ഷെറിനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത്. കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കാറിൽ കടത്താൻ ശ്രമിച്ച 9 കിലോ ചന്ദനവുമായി 3 യുവാക്കൾ മണ്ണാർക്കാട് അറസ്റ്റിൽ. വനംവകുപ്പിന്റെ സാൻഡൽ ടാസ്ക് ഫോഴ്സാണ് വാഹന പരിശോധനയ്ക്കിടെ ചന്ദനം പിടികൂടിയത്. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സന്നദ്ധാന സമ്മേളനം ബുധനാഴ്ച തുടങ്ങും. 5 ദിവസത്തെ പരിപാടികൾക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തും. മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിപാടികളിൽ പങ്കെടുക്കും. ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ വിദ്യാർത്ഥികളുടെ യാത്ര ജീവൻ പണയം വെച്ച്. വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുള്ള റോഡിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി വാഹനങ്ങൾ ചീറിപ്പായുന്നു. അപകടം ഒഴിവാക്കാൻ പോലീസ് സഹായം തേടി സ്കൂൾ അധികൃതർ. പെരിന്തൽമണ്ണയിൽ നടന്ന മലപ്പുറം ജില്ലാ കേരളോത്സവത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാർ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് 2ാം സ്ഥാനം. വിശദമായ വാർത്തകളിലേക്ക്. 2024 വിട പറയുകയാണ്. പോയ ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നില്ല. നേട്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ തന്നെയാണ് 2024 കേരളത്തിനുണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനും 2024 സാക്ഷിയായി. പുതുവർഷത്തെ വരവേൽക്കുകയാണ് ലോകം. 2024 വിട പറയുന്നു. പോയ ഒരു വർഷം കേരളത്തെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നു അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരളം കണ്ട, ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനും 2024 മലയാളികൾ സാക്ഷ്യം വഹിച്ചു. വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം മലയാളി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. ഒറ്റ രാത്രി കൊണ്ട് ഒരു ജനതയുടെ ജീവനും ജീവിതവും സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ട ആ രാത്രി 2024 കറുത്ത ഏടായി. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി. ഈ ദുരന്തത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ കണക്കില്ല. സർവ്വതും നഷ്ടപ്പെട്ട ആ ജനതയ്ക്ക് വേണ്ടി ഒറ്റ മനസ്സോടെ മലയാളികൾ കൈകോർത്തെങ്കിലും പകരം നൽകാൻ കഴിയുന്ന നഷ്ടമല്ല വയനാട് സംഭവിച്ചത്. ഉറ്റവരെയും ഉടയവരെയുമെല്ലാം നഷ്ടമായ ഒരു ജനതയുടെ വിലാപം ഇപ്പോഴും നീറിപ്പുകയുന്നു. അച്ഛനെ, അമ്മയെ, മക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ ഒറ്റ രാത്രി ഒരു പ്രദേശം തന്നെ ഇല്ലാതായപ്പോൾ 2024 മലയാളികളുടെ മനസ്സിൽ തീ കോരിയിട്ട വർഷമായി. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ വീണ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ലോറി ഡ്രൈവർ അർജുനും 2024 മലയാളികളുടെ നൊമ്പരമായി. ഒരുപക്ഷെ മലയാളികൾ ഇത്രയധികം പ്രാർത്ഥനയോടെ ഒരാളുടെ തിരിച്ചുവരവിനായി കാത്തിരുന്നിട്ടുണ്ടാവില്ല. അർജുനെ ജീവനോടെ കണ്ടെത്താനായില്ലെങ്കിലും കാണാതായി 71 ദിവസത്തിന് ശേഷം അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. 2024 മറ്റൊരു നോവായി അർജുൻ എന്ന ആ ലോറി ഡ്രൈവർ. നിപയുടെ മടങ്ങിവരവും അമീബിക് മസ്തിഷ്ക ജ്വരവും മങ്കി പോക്സുമെല്ലാം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തും പോയ വർഷം ഭീതി വിതച്ചു. എന്നാൽ ജാഗ്രതയോടെയുള്ള ഇടപെടൽ മൂലം ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായി. കാട്ടാന ആക്രമണത്തിലും വാഹനാപകടങ്ങളിലുമെല്ലാം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ വർഷം കൂടിയാണ് 2024. നിരത്തുകൾ ചോരക്കളമായി മാറിയ വാർത്തകൾ 2024 മലയാളിക്ക് തീരാവേദനകൾ സമ്മാനിച്ചു. മണ്ണാർക്കാട് പനയംപാടത്ത് ദേശീയപാതയിൽ 4 വിദ്യാർത്ഥികൾ ലോറി കയറി മരിച്ചതുൾപ്പെടെ 2024 40,820 വാഹനാപകടങ്ങൾ സംസ്ഥാനത്ത് നടന്നതായാണ് ഔദ്യോഗിക കണക്കുകൾ. 3,168 പേർ അപകടങ്ങളിൽ മരണപ്പെട്ടു. അത്ര നല്ല കണക്കുകളല്ല 2024 വിട പറയുമ്പോൾ ഇതൊന്നും. സിനിമ, രാഷ്ട്രീയ, പൊതുരംഗത്തും 2024 നഷ്ടം ഏറെയാണ്. കവിയൂർ പൊന്നമ്മ, TP മാധവൻ, കനകലത, മേഘനാഥൻ, കിരിക്കാടൻ ജോസ്, മീന ഗണേഷ് തുടങ്ങിയവർ സിനിമാ രംഗത്തു നിന്നും 2024 വിട പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഡിസംബറിൻ്റെ വേദനയായി മലയാളത്തിൻ്റെ മഹാപ്രതിഭ MT വാസുദേവൻ നായരും നമ്മെ വിട്ടുപിരിഞ്ഞ വർഷമായി 2024.
സീതാറാം യെച്ചൂരി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരും 2024 നഷ്ടങ്ങളായി. 2024 തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച നേട്ടങ്ങളെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ തന്നെയാണ്. ദുരന്തത്തിലാഴ്ത്തിയ ഒരു വർഷം വിട പറയുമ്പോൾ ശുഭപ്രതീക്ഷയുള്ള നല്ല നാളുകൾ സമ്മാനിക്കാൻ 2025 കഴിയട്ടെ. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. പുതുവത്സരാഘോഷം അതിരുകടന്നാൽ പിടിവിടും. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. എല്ലാവരും നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി TK ഷൈജു പറഞ്ഞു. ഇന്നിപ്പോൾ പുതുവത്സരത്തിൻ്റെ തലേദിവസം പുതുവത്സര ന്യൂ ഇയർ ഈവായിട്ട് നാട്ടിലെങ്ങും ആഘോഷം നടക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ആഘോഷം നമുക്കൊന്ന് ഫ്രീ ആയിട്ട്, അതായത് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. പോലീസിൻ്റെ ത്രൂ ഔട്ട് പട്രോളിംഗ് ഉണ്ടാവും, വെഹിക്കിൾ ചെക്കിംഗ് ഉണ്ടാവും. ബോർഡർ ചെക്കിങ് 2 ദിവസമായിട്ട് ബോർഡർ ചെക്കിങ് നടക്കുന്നുണ്ട്. ഈ ബോർഡർ ചെക്കിങ്ങും ഇൻ്റർ ഡിസ്ട്രിക്ട് ബോർഡറുകൾ, ഇൻ്റർ സ്റ്റേറ്റ് വരുന്ന ബോർഡറുകളും ഇൻ്റർ ഡിസ്ട്രിക്റ്റ് വരുന്ന ബോർഡറുകളും ത്രൂ ഔട്ട് ചെക്കിങ് ഉണ്ട്. 24 hour ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ രാത്രി ഇന്ന് പോലീസ് പട്രോളിങ്ങും പോലീസ് പിക്കറ്റും പോലീസ് വെഹിക്കിൾ ചെക്കിങ്ങും എല്ലാം ഉണ്ടാവും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ സ്ട്രിക്റ്റായിട്ടും പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. അത് ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് എല്ലാ വർഷവും ധാരാളം ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നതും. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ, ഡേഞ്ചറസ് ആയിട്ട് വാഹനം ഓടിക്കുന്നവർ, റേഷൻ നെഗ്ലിജൻറ്റിൽ വാഹനം ഓടിക്കുന്നവർ, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ രാത്രി ഈ ഗാനമേളകൾ, DJ പാർട്ടികൾ 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഹൈക്കോടതി ഓർഡർ പ്രകാരം 10 മണി വരെ മൈക്ക് സാങ്ഷനുള്ളൂ. 10 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും മൈക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അനുമതി ഉണ്ടാവില്ല. എവിടെ പ്രവർത്തിച്ചാലും അത് ഓഫ് ചെയ്യണം. അതിന് സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ട്. അതിൽ മൈക്ക് സാങ്ഷൻ കൊടുത്തിട്ടുള്ള 10 മണി വരെ മാത്രമേ മൈക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ DJ പാർട്ടികൾ അതൊക്കെ കൺട്രോൾഡ് ആവണം. അതുപോലെ തന്നെ ഡിസ്പ്ലേ, വെടിക്കെട്ട്, അങ്ങനത്തെ ഫയർ വർക്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അത് പെർമിഷൻ ഇല്ലാതെ, ഒരു തരത്തിലും പെർമിഷൻ ഇല്ലാതെ ഡിസ്പ്ലേ, ഒരു സംഘടനകളായാലും വേറെ എന്ത് ഇതായാലും അങ്ങനെ ഫയർ വർക്സിൻ്റെ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അതിന് പെർമിഷൻ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും ഡിസ്പ്ലേ ലൈസൻസ് എടുക്കാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ ബാറുകൾ, ക്ലബ്ബുകൾ, അതിൻ്റെയൊക്കെ ക്ലോസിങ് ടൈമുണ്ട്. പ്രിസ്ക്രൈബ്ഡ് അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈമുണ്ട്. എത്ര മണി വരെയാണോ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ള, അതിന് ശേഷം ഒരു യാതൊരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ ടൈമിൽ കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കണം ബാറുകൾ. വല്ലപ്പുഴയിൽ 15കാരിയെ കാണാതായതായി പരാതി. ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിൻ്റെ മകൾ ഷഹാന ഷെറിനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത്. കൊടുമുണ്ടയിലുള്ള ബന്ധുവീട്ടിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തു വരാമെന്ന് ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. കാറിൽ കടത്താൻ ശ്രമിച്ച 9 കിലോ ചന്ദനവുമായി 3 യുവാക്കൾ മണ്ണാർക്കാട് വനംവകുപ്പിന്റെ പിടിയിൽ. മണ്ണാർക്കാട്, അട്ടപ്പാടി, അഗളി റേഞ്ചുകൾ സംയുക്തമായി രൂപീകരിച്ച സാൻഡൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ചന്ദനം പിടികൂടിയത്. മണ്ണാർക്കാട് കൊടിവാളിക്കുണ്ട് സ്വദേശികളായ കോൽക്കാട്ടിൽ മുഹമ്മദ് നവാസ്, കൊടപ്പനക്കൽ K ഹുസൈൻ, അഗളി കൽക്കണ്ടി പൈനാട് റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട് DFO C അബ്ദുൾ ലത്തീഫിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കാറിനെ പിന്തുടർന്നെത്തിയ വനംവകുപ്പ് അധികൃതർ ബൈപ്പാസിൽ നിന്ന് പ്രതികളെ ചന്ദനത്തോടൊപ്പം കസ്റ്റഡിയിലെടുത്തു. കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ ഇടനിലക്കാരായതിനാൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികൾ ലോറി കയറി മരിച്ച വാർത്ത നമ്മുടെ നെഞ്ചുലയ്ക്കുമ്പോഴും ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുകയാണ്. ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾക്ക് പോകാൻ നിയന്ത്രണമുണ്ടെങ്കിലും ഇതൊന്നും നടപ്പിലാവുന്നില്ല എന്നതാണ് വാസ്തവം. ജീവൻ പണയപ്പെടുത്തി വേണം വിദ്യാർത്ഥികൾക്ക് ഈ വഴി സ്കൂളിലെത്താൻ. ഒരു അപകടമുണ്ടായി എന്തെങ്കിലും നടപടിയെടുക്കുന്നതിനേക്കാൾ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ അധികാരികൾ തന്നെയാകും. പനയമ്പാടത്ത് 4 വിദ്യാർത്ഥിനികൾ ലോറി കയറി മരിച്ചതിൻ്റെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. അത്തരത്തിൽ അടിയന്തിരമായി ശ്രദ്ധ പതിയേണ്ട ഒരു റോഡാണ് ചെർപ്പശ്ശേരി ഹൈസ്കൂൾ റോഡ്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് അനായാസം പട്ടാമ്പി റോഡിൽ എത്തിപ്പെടാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഹൈസ്കൂൾ റോഡ്. ചെർപ്പശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ട്യൂഷൻ സെൻ്ററുകൾ, കമ്പ്യൂട്ടർ സെൻ്ററുകൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ റോഡിൽ പ്രവർത്തിക്കുന്നത്.
ഇവിടെയെല്ലാം പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൂട്ടമായി നടന്നു പോകുന്നത് ഈ റോഡിലൂടെയാണ്. നേരത്തെ ഈ റോഡിൽ വിദ്യാർത്ഥികളെ വാഹനമിടിച്ച് പരിക്ക് പറ്റിയ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നത് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. പലതവണ കർശന നടപടികളുമായി നഗരസഭയും മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെയുള്ള വാഹനങ്ങളുടെ ചീറിപ്പായൽ മാറ്റമില്ലാതെ തുടരുകയാണ്. സ്കൂൾ പ്രവർത്തന സമയത്ത് ഹൈസ്കൂൾ റോഡിൽ വലിയ വാഹനങ്ങൾ പ്രവേശിക്കരുതെന്ന നിയന്ത്രണം നിലനിൽക്കെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഇതുവഴി ചീറിപ്പായുന്നത് അനേകം ചരക്ക് വാഹനങ്ങളാണ്. ഇതൊന്നും നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാത്ത സ്ഥിതിയാണ്. രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾ കൂട്ടമായി വരുന്ന സമയത്തെങ്കിലും ഹൈസ്കൂൾ റോഡിൽ പോലീസുകാരെ ഏർപ്പെടുത്തണമെന്ന് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടികൾ ഒരു ബോർഡിലൊതുങ്ങുന്ന സ്ഥിതിയാണ്. നമ്മുടെ ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും നിർത്താൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമ്മുടെ കുട്ടികൾ വരുന്ന സമയവും പോകുന്ന സമയവും പോലീസിൻ്റെ ഒരു സഹായം ആവശ്യപ്പെട്ട് പല പ്രാവശ്യം റിക്വസ്റ്റ് സ്റ്റേഷനിൽ നേരിട്ട് എത്തിച്ചിരുന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പരിഗണന എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ എടുക്കണമെന്ന് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. നിരന്തരം നമ്മുടെ കുട്ടികൾക്ക് അപകടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം കൊണ്ട്. രാവിലെ കുട്ടികൾ 9 മണി തൊട്ടിട്ട് വരുന്ന സമയമായതുകൊണ്ട് കുട്ടികൾ നടപ്പാത ഉപയോഗിക്കാതെ റോട്ടിലിറങ്ങി നടക്കുന്നതാണ് ഒരു വലിയ പ്രശ്നമെങ്കിൽ കൂടിയും പോലീസിൻ്റെ ഒരു സഹായം ആ സമയത്ത് രാവിലെയും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ ഹൈസ്കൂൾ റോഡിൽ ഉണ്ടാവുകയും വലിയ വാഹനങ്ങളെ പണ്ട് നിയന്ത്രിച്ചിരുന്നത് പോലെ ഹൈസ്കൂൾ റോഡിലൂടെ സ്കൂൾ സമയങ്ങളിൽ കടന്നു പോകുന്നത് അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ ഇതിന് കുറച്ചൊരു പരിഹാരം ഉണ്ടാവുമെന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇതിന് വേണ്ടി നമ്മുടെ ഹൈസ്കൂൾ റോഡിലൂടെ വലിയ വാഹനങ്ങൾ ഓടുന്നത് നേരത്തെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും സ്കൂൾ സമയത്ത് രാവിലെയും വൈകിട്ടും വാഹനങ്ങൾ ഓടുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും അതിനൊരു പരിഹാരമാർഗം ഉണ്ടാവണമെന്നാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കാനുള്ളത്. വലിയ വാഹനങ്ങൾ വരുന്നത് കൊണ്ട് സ്കൂൾ വിടുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂൾ തുടങ്ങുന്ന സമയത്തും റോഡിലൂടെ വളരെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് അപകടത്തിന് സാധ്യത ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്തുന്നത്. വളരെ തിരക്കേറിയ റോഡാണ്. രാവിലെ കുട്ടികൾ വരുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂൾ വിടുന്ന സമയത്തും വലിയ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന് നിരന്തരമായ സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന നാളിതുവരെയായിട്ട് ഒരു മാറ്റം വരാതെ തുടരുകയാണ്. ഇതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായ സമീപനം ഉണ്ടാവണമെന്നും ഈ തിരക്കിൽപ്പെട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തിലേക്ക് ഗതാഗതത്തെ കൊണ്ടെത്തിക്കരുത് എന്നുമാണ് സ്കൂൾ PTA വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെ സ്കൂളിലെത്തുന്നത്. പനയമ്പാടം അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും കർശനമായ ഒരു നിയന്ത്രണം ഈ റോഡിൽ വേണമെന്നാണ് സ്കൂൾ അധികൃതരും PTA എല്ലാം ആവശ്യപ്പെടുന്നത്. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സന്നദ്ധാന സമ്മേളനം ജനുവരി 1 ബുധനാഴ്ച ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് ഖബർ സിയാറത്തിന് കോഴിക്കോട് വലിയ ഖാലി നേതൃത്വം നൽകും. തുടർന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടെ 5 ദിവസത്തെ സമ്മേളന പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമാകും. 522 യുവ പണ്ഡിതന്മാർക്കാണ് ഈ വർഷം സനദുകൾ ദാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ അത്യുന്നത മതകലാലയങ്ങളിലൊന്നാണ് പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രം. ജാമിയ നൂരിയയുടെ 62ാം വാർഷിക 60ാം സന്നദ്ധാന സമ്മേളന പരിപാടികൾ 2025 ജനുവരി 1 ബുധനാഴ്ച ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സിയാറത്തിന് കോഴിക്കോട് വലിയ ഖാസി അബ്ദുൽ നാസർ ഹൈ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമാകും. പ്രമുഖ ഉറുദു കവിയും MP-യുമായ ഇമ്രാൻ പ്രതാപ് ഗഡി പ്രാരംഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് ഹംദുല്ല സയ്യിദ് MP ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് IAS കലോത്സവ വിജയികൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. 2, 3, 4, 5 തീയതികളിൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, സമസ്ത കേന്ദ്ര മുശവറ അംഗം അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ,
PK കുഞ്ഞാലിക്കുട്ടി, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, അബ്ദുസമദ് സമദാനി MP, രമേശ് ചെന്നിത്തല, ഹാരിസ് പീരാൻ MP, MLAമാർ തുടങ്ങിയവരും പണ്ഡിതന്മാരും നേതാക്കളും പങ്കെടുക്കും. 5-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് സന്നദ്ധാന സമാപന സമ്മേളനം നടക്കുന്നത്. ഫൈസി ബിരുദം പൂർത്തിയാക്കിയ 522 യുവ പണ്ഡിതർക്ക് ചടങ്ങിൽ സനദുകൾ ദാനം ചെയ്യും. സന്നദ്ധാന സമാപന സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പലസ്തീനിലെ ഡോക്ടർ അബ്ദുൾ റസാഖ് അബു ജസർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്നദ്ധാന പ്രസംഗം നടത്തും. സമസ്ത ജനറൽ സെക്രട്ടറി K ആലിക്കുട്ടി മുസ്ലിയാർ അനുഗ്രഹ ഭാഷണം നിർവഹിക്കും. പ്രമുഖ പണ്ഡിതന്മാരും നേതാക്കളും വിദേശ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. മലബാർ സിറ്റി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷനിലെ ദുരിതം പരിഹരിക്കാൻ ഇടപെട്ട അധികൃതർ. 3 റോഡുകൾ സംഗമിക്കുന്ന ഈ ഭാഗത്ത് റോഡ് പൊളിച്ചിട്ടത് വലിയ അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ഇത് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് അധികൃതർ ഈ ഭാഗത്ത് പ്രവൃത്തികൾ ആരംഭിച്ചത്. പെരിന്തൽമണ്ണ റോഡും പാലക്കാട് റോഡും പട്ടാമ്പി റോഡും സംഗമിക്കുന്ന ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷൻ കടക്കുക എന്നത് അതിസാഹസികമായിരുന്നു വാഹനങ്ങൾക്ക്. വീതി കുറഞ്ഞ റോഡും കുത്തനെയുള്ള കയറ്റവും അപകടകരമായ വളവും മാത്രമായിരുന്നു മുമ്പുണ്ടായിരുന്ന പ്രശ്നമെങ്കിൽ നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി റോഡിൻ്റെ പകുതി ഭാഗം പൊളിച്ചിട്ടതാണ് യാത്ര ദുരിതപൂർണ്ണമാക്കിയത്. ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളുമെല്ലാം ഇതോടെ കച്ചേരിക്കുന്ന് കയറ്റത്തിൽ കുടുങ്ങുന്ന സാഹചര്യമായി. ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞ അപകടങ്ങളും പതിവായി. നാളുകളായി യാത്രക്കാർ നേരിടുന്ന ദുരിതം കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് അധികൃതർ റോഡ് പ്രവൃത്തികൾ തുടങ്ങിയത്. വരും ദിവസങ്ങളിലെങ്കിലും കച്ചേരിക്കുന്നിലെ യാത്രാ ദുരിതത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് തുവൂരിൽ നിന്ന് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മയും വ്യാപാരികളും ചേർന്ന് രാപ്പകൽ സമരം നടത്തി. തുവൂർ ടൗണിൽ പന്തൽ കെട്ടി നടത്തിയ സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ 5.5 കിലോമീറ്റർ ദൂരമാണ് തുവൂർ പഞ്ചായത്തിലൂടെ കടന്നു പോവുക. എന്നാൽ ഇത്രയധികം ദൂരം കടന്നു പോകുമ്പോഴും തുവൂർ പഞ്ചായത്തിൽ എവിടെ നിന്നും പ്രവേശനം ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത്. പാതയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഉള്ളതും നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാത കടന്നുപോകുന്ന പ്രധാന ടൗണും തുവൂരാണ്. കൂടാതെ കൊളപ്പറമ്പ് IRB ക്യാമ്പിൽ ഉള്ളവർക്കും ഇത് ഏറെ സൗകര്യപ്രദമാകും. ഇതേ തുടർന്നാണ് തുവൂരിൽ നിന്ന് ഹൈവേയിലേക്ക് നേരിട്ട് പ്രവേശനം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് രാപ്പകൽ സമരം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. അത് ഞാൻ തീർത്തും പറയുകയാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ പല പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഇതിന് വലിയൊരു കൂട്ടായ്മ തന്നെ നമ്മുടെ ഈ ടൂറിൽ തന്നെ ഉണ്ട്. അതിൽ ഓരോ ആളുകളുടെ സംസാരങ്ങളും കാര്യങ്ങളും കേട്ടാൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഈ ഒരു ഗ്രീൻഫീൽഡ് ഹൈവേ നമ്മുടെ ടൂറിൽ കിട്ടിയാൽ, അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് എൻട്രി എക്സിറ്റ് വന്നാൽ നമ്മുടെ ഈ ടൂര് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ K സുബൈദ, NP നിർമ്മല, സമരസമിതി ചെയർമാൻ പ്രദീപ് കുമാർ, സാലിം ബാപ്പുട്ടി, NK നാസർ, തയ്യിൽ യൂനസ്, പത്മനാഭൻ, P കുഞ്ഞീതു, A നാരായണൻകുട്ടി, മാമ്പ്രക്കോയ, C അസ്ലം, T യൂനസ്, കൊപ്പത്ത് ഷെരീഫ്, അനിൽ വാഴയിൽ, KT അബ്ദുറസാഖ്, പറമ്പൂർ അബ്ദുറസാഖ്, ചെമ്പൻ അബ്ദുൽ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു. രാത്രി നടന്ന സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം VP ജസീറ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ തുവൂർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണയിൽ നടന്നുവന്ന മലപ്പുറം ജില്ലാ കേരളോത്സവത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാർ. തുടർച്ചയായി 3ാം തവണയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരാകുന്നത്. ആതിഥേയരായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് 2ാം സ്ഥാനവും നേടി. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തും മങ്കട ബ്ലോക്ക് പഞ്ചായത്തും 3ാം സ്ഥാനം പങ്കിട്ടു. കണ്ടു വനാ
അക്ഷരസമം സത്യവന്തം മലപ്പുറം ജില്ല കേരളോത്സവത്തിന് തിരശ്ശീല താണു. 3 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ, ടൗൺ സ്ക്വയർ എന്നിവിടങ്ങളിലെ വേദികളിലാണ് ജില്ലാ കേരളോത്സവത്തിൻ്റെ കലാമത്സരങ്ങൾ അരങ്ങേറിയത്. കലാമത്സരങ്ങളിൽ 1000-ൽ പരം കലാപ്രതിഭകൾ പങ്കെടുത്തു. ജഗവീരന്റെ ആസക്തി സമീപിച്ചതില്ലയോ പിന്നെ ദുശാസന ചോര കൊണ്ടു കുന്തളം ബന്ധിച്ചതോ ഞാനതല്ലയോ. ജില്ലാ കേരളോത്സവത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്താണ് ചാമ്പ്യന്മാർ. തുടർച്ചയായി 3-ാം തവണയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരാകുന്നത്. ആതിഥേയരായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തും മങ്കട ബ്ലോക്ക് പഞ്ചായത്തും 3-ാം സ്ഥാനം പങ്കിട്ടു. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആതിഥേയത്വം വഹിക്കുകയും ചെയ്ത ജില്ലാ കേരളോത്സവം സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധേയമായി. വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഈ ജില്ലാ കേരളോത്സവം നടന്നിട്ടുള്ളത്. ഇന്ന് ജില്ലാ കേരളോത്സവത്തിന്റെ സമാപനമാണ് നടക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗേൾസിലുമായിട്ടാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതുവരെയും വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ നിന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളാണ്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ മിക്ക മെമ്പർമാരും നമ്മുടെ പ്രോഗ്രാമുമായി സഹകരിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിട്ടുള്ളത്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ ജീവനക്കാർ, നമ്മുടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് വളരെ ഭംഗിയായി ഈ ജില്ലാ കേരളോത്സവം ഇത്തവണ പെരിന്തൽമണ്ണയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. കരിമുക്ക് ക്രസന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ജില്ലാ കേരളോത്സവത്തിലെ മികച്ച ക്ലബ്ബ്. പടിഞ്ഞാറ്റുമുറി യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 2ാം സ്ഥാനവും പറമ്പിൽ പീടിക യൂണിവേഴ്സൽ ക്ലബ്ബ് 3-ാം സ്ഥാനവും നേടി. ഓരോ വിഭാഗത്തിലും മത്സരാർത്ഥികൾ കുറവായിരുന്നെങ്കിലും നൃത്ത മത്സരങ്ങളെല്ലാം മികച്ച നിലവാരം പുലർത്തി. മത്സരം പൊതുവെ നല്ല നിലവാരമാണ് പുലർത്തിയത്. പങ്കാളിത്തം കൊണ്ട് എണ്ണത്തിൽ കുറച്ച് കുറവായിരുന്നു. ഈ വെക്കേഷൻ ടൈം, എക്സാം, പിന്നെ സംസ്ഥാന യുവജനോത്സവത്തിന്റെ തിരക്കുകൾ കാരണമായിരിക്കാം പങ്കാളിത്തം എണ്ണക്കുറവുണ്ടായിരുന്നു എല്ലാ ഇനങ്ങളിലും. എങ്കിലും പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും വളരെ നല്ല നിലവാരമാണ് പുലർത്തിയത്. പ്രത്യേകിച്ച് എനിക്ക് പറയാൻ സാധിക്കുക നൃത്ത ഇനങ്ങളിലാണ്. പങ്കെടുത്ത എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരായിരുന്നു. അതുപോലെ സംഘാടനത്തിലും എല്ലാത്തിലും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമാപന സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TP ഹാരിസ്, റഹ്മത്തുന്നിസ, ഷെഹർബാൻ എന്നിവർ വിജയികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി.
കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച എടത്തനാട്ടുകര ചളവ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപിക EB സുനിതയ്ക്ക് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ കണ്ണീരിൽ കുതിർന്ന ഗാർഡ് ഓഫ് ഓണർ. തങ്ങളുടെ പ്രിയ അധ്യാപികയ്ക്കുള്ള അവരുടെ അവസാന സല്യൂട്ടായിരുന്നു അത്. ശനിയാഴ്ച രാവിലെ PSC പരീക്ഷയ്ക്ക് സ്കൂട്ടറിൽ വട്ടമണ്ണപ്പുറത്തേക്ക് വരുന്നതിനിടെ കുറുകെ ചാടിയതോടെ ബ്രേക്ക് ഇട്ടപ്പോൾ പിൻസീറ്റിൽ നിന്നും ഇവർ റോഡിലേക്ക് വീണാണ് അപകടം സംഭവിച്ചത്. ഭൗതിക ശരീരം ITC പടിയിലെ തറവാട്ടു വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിറകണ്ണുകളോടെ വിദ്യാലയത്തിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ ഗാർഡ് ഓഫ് ഓണർ സല്യൂട്ട്. കുട്ടികളോടൊപ്പം കണ്ടുനിന്നവരുടെയും കണ്ണു നിറഞ്ഞ നിമിഷം. വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു എല്ലാവർക്കും സുനിത ടീച്ചറോട്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രിയ അധ്യാപിക, സഹപ്രവർത്തകർക്ക് കൂടപ്പിറപ്പിനെ പോലുള്ള ബന്ധം. 11 വർഷമായി സ്കൂളിൽ PTA കമ്മിറ്റി നിയമിച്ച താൽക്കാലിക അധ്യാപികയായിരുന്നു. വർഷങ്ങളായി സ്കൂൾ ഗൈഡ്സ് ടീം പരിശീലകയായും IT അധ്യാപകർക്ക് സഹായിയായും പ്രവർത്തിച്ചിരുന്ന ആളായതിനാൽ എല്ലാ വിദ്യാർത്ഥികളോടും സ്നേഹബന്ധം പുലർത്തിയിരുന്നതിനാൽ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അടങ്ങുന്ന വൻ ജനാവലിയാണ് ഇവരെ അവസാനമായി ഒരു നോക്കു കാണാൻ വട്ടമണ്ണപ്പുറം ITC പടിയിലെ പുളിക്കൽ വീട്ടിലെത്തിയത്. ശനിയാഴ്ച രാവിലെ PSC പരീക്ഷയ്ക്ക് സ്കൂട്ടറിൽ വട്ടമണ്ണപ്പുറത്തേക്ക് വരുന്നതിനിടെ കുറുകെ ചാടിയതോടെ ബ്രേക്കിട്ടപ്പോൾ പിൻസീറ്റിൽ നിന്നും ഇവർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രി 8:30യോടെയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഐവർമഠത്തിൽ സംസ്കാരം നടത്തി. ഒറ്റപ്പാലം പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ പൂട്ടി. സ്റ്റേഷന്റെ നടത്തിപ്പിന് ഏജന്റുമാരെ കണ്ടെത്താൻ റെയിൽവേ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് സ്റ്റേഷൻ പൂട്ടിയത്. ബുധനാഴ്ച മുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുണ്ടാകില്ലെന്നറിയിച്ച് സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ പരിസരത്ത് റെയിൽവേ നോട്ടീസ് പതിച്ചു. ടിക്കറ്റ് വിൽപ്പന കേന്ദ്രം പൂട്ടി. നിലവിൽ സീസൺ ടിക്കറ്റുകൾ ഉള്ളവർ പോലും അടുത്ത സ്റ്റേഷനുകളെ ആശ്രയിക്കണം. സ്റ്റേഷന്റെ നടത്തിപ്പിന് ഏജന്റുമാരെ കണ്ടെത്താൻ റെയിൽവേ 2 തവണ അപേക്ഷ ക്ഷണിച്ചെങ്കിലും ആരും മുന്നോട്ട് വരാതിരുന്നതാണ് തിരിച്ചടിയായത്. നേരത്തെ ഉണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി കഴിഞ്ഞതോടെയാണ് ഏറ്റെടുക്കാൻ ആളില്ലാതായത്. പിന്നീട് താൽക്കാലികമായി ജീവനക്കാരനെ നിയോഗിച്ചായിരുന്നു കഴിഞ്ഞ 2 മാസത്തോളം ടിക്കറ്റ് കൗണ്ടറിന്റെ പ്രവർത്തനം. സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട യാത്രക്കാരുടെ കൂട്ടായ്മ ഡിവിഷണൽ റെയിൽവേ മാനേജറെ ഉൾപ്പെടെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒക്ടോബർ 28-നാണ് നേരത്തെയുണ്ടായിരുന്ന ഏജന്റിന്റെ കാലാവധി പൂർത്തിയായത്. ദിവസവും 9 ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള സ്റ്റേഷനായിരുന്നു പാലപ്പുറം. 85 വർഷം പഴക്കമുള്ള പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ നാളെ മുതൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. 1939 സബ് ജഡ്ജി കിഷൻ നായർ കെയർ ഓഫിൽ വന്ന റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം ഒരു ദിവസം 40, 45, 50 ആൾക്കാരും നമ്മുടെ ട്രെയിൻ കയറി പോകുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഓൺലൈൻ ടിക്കറ്റും. വല്ലപ്പുഴ മാട്ടായ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. നിർമ്മാണത്തിന് പിന്നാലെ റോഡ് തകർന്നതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ യാറം മാട്ടായ റോഡിന്റെ നവീകരണത്തിലാണ് അപാകതകൾ ഉള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നത്. 2 ദിവസം മുമ്പാണ് പാതയിൽ ടാറിങ്ങും കോൺക്രീറ്റ് പ്രവൃത്തികളും ആരംഭിച്ചത്. എന്നാൽ പ്രവൃത്തികൾക്ക് പിന്നാലെ ടാറിംഗ് നടത്തിയ ഭാഗങ്ങളിൽ തകർച്ചയും രൂപപ്പെട്ടു. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. നിർമ്മാണ പ്രവൃത്തികൾ തടയുകയും ചെയ്തു. ബന്ധപ്പെട്ട അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രവൃത്തികൾ തുടങ്ങിയാൽ മതിയെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന പാതയിൽ നവീകരണം തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയാണ് നാട്ടുകാർക്കുണ്ടായിരുന്നത്. പതിയെ നടന്നു പോകാനേ നല്ല ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക്. ഇപ്പം അത് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ ഇടണം, എന്നാലല്ലേ എന്നൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ട്, നടന്നു പോകാനും വാഹനങ്ങൾക്ക് പോകാനും എല്ലാം നല്ല ബുദ്ധിമുട്ടിലാണ്. നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നന്നായിട്ട് റോഡ് വൃത്തിയാക്കിയിട്ട് ഇടണം, എന്നാലേ ഞങ്ങൾക്ക് തുടർന്ന് ഇതിൽ നടന്നു പോകാൻ പറ്റും. റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് BJPയും കുറ്റപ്പെടുത്തി. കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി നടപ്പാക്കണമെന്നാണ് ആവശ്യം. യാറത്തുനിന്ന് മാട്ടായ വരെ 1 കിലോമീറ്ററാണ് ഉള്ളത്. അത് ആ വർക്ക് എടുത്തുന്നത് 4 കോൺട്രാക്ടർമാരാണ്. എന്നിട്ട് പല ഭാഗത്തായിട്ട് പൊളിച്ചിട്ട് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു വർക്കും കൃത്യമായിട്ട് നടക്കുന്നില്ല. ഒരു 100 മീറ്റർ പൊളിക്കും ഒരു കോൺട്രാക്ടർ, അടുത്ത് കുറച്ച് പോയിട്ട് ഒരു 100 മീറ്റർ പൊളിക്കും അടുത്ത കോൺട്രാക്ടർ, വേറെ കോൺട്രാക്ടർ അപ്പുറത്ത് പോയി പൊളിക്കും. അപ്പോൾ ഈ ജനങ്ങൾക്ക് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിഞ്ഞാന്ന് ഇവിടെ യാറും ഭാഗത്ത് ടാറിങ് നടന്നിട്ട് അന്ന് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉള്ള സമയത്താണ് നടന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു വണ്ടി പോയ സമയത്ത് ആ റോഡ് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പണിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ്. പ്രതിഷേധമുണ്ട്. ഈ പണി കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ട്. അപ്പോൾ അഴിമതി അന്വേഷിച്ച്
വർക്ക് പിന്നെ നല്ല രീതിയിൽ ഇനിയും നടത്തണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് നോക്കിയിട്ട് നല്ല രീതിയിൽ പണി നടത്തണം. ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ചാൽ 2020 അധികാരത്തിൽ വന്നിട്ട് 4.5 വർഷമായി. ഇപ്പോൾ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ റോഡിനൊരു പണി നമുക്ക് കിട്ടിയത്. 4.5 വർഷം കഴിഞ്ഞു ഈ റോഡിനൊരു പണി കിട്ടിയത്. ആ പണി കിട്ടിയത് ആകെ 1 കിലോമീറ്ററാണ്. ആ 1 കിലോമീറ്ററിൻ്റെ 4-5 കോൺട്രാക്ടർമാരെടുത്തിട്ട് 100 മീറ്റർ കട്ട, 100 മീറ്റർ കോൺക്രീറ്റ്, 200 മീറ്റർ ടാറിങ് അങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ഇത് ചെയ്യാം? കാട്ടുപന്നി ശല്യം രൂക്ഷമായ മണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള നടപടികൾക്കൊരുങ്ങി പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി മലപ്പുറത്തു നിന്നുള്ള ഷൂട്ടർമാർ കുമരമ്പത്തൂരിലെത്തി. ജനുവരി 9-ന് 18 അംഗ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് പറഞ്ഞു. അക്കിപ്പാടത്ത് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കൂട്ടമിടിച്ച 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി വേഗത്തിലാക്കുന്നത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പന്നിശല്യം രൂക്ഷമാണ്. വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ മനുഷ്യജീവനും കാട്ടുപന്നികൾ ഭീഷണി ഉയർത്തുന്നുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ കാടുപിടിച്ചു കിടക്കുന്നുണ്ട്. ഇവ വെട്ടിത്തെളിയിക്കാൻ പഞ്ചായത്ത് സ്ഥലമുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുമരമ്പത്തൂരിലെത്തിയ ഷൂട്ടർമാരുടെ സംഘം കാട്ടുപന്നികളുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചു. ജനുവരി 25-ന് മുമ്പ് പരമാവധി കാട്ടുപന്നികളെ പിടികൂടാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രാജനാമ്പാടത്ത് പറഞ്ഞു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്ന വലിയൊരു പന്നിശല്യം എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ നമ്മുടെ അക്കിപ്പാടത്ത് വലിയൊരു അപകടകരമായ സംഭവം നടന്നു. അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് മങ്കടയിൽ നിന്നുള്ള ഒരു ഷൂട്ടേഴ്സിനെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. ഏകദേശം ഈ ജനുവരി 25-ാം തീയതിക്കകം അവർക്ക് അതിൻ്റെ ഓർഡർ ഇന്നിട്ട് കൊടുത്തു. ജനുവരി 9-ന് അവരുടെ ഫുൾ ടീം വന്നുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ പന്നിശല്യം ഉള്ള പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവിടെയുള്ള പന്നികളെ വെടിവെക്കാനുള്ള ഒരു നടപടിക്രമം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഷൂട്ടേഴ്സ് വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നിരന്തരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പന്നിശല്യം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ആ ടീമിനെ കൊണ്ട് സ്ഥലം സന്ദർശിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ശല്യക്കാരായ പന്നികളെ വെടിക്കാനുള്ള തീരുമാനത്തിലേക്ക് നടപടിയായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. അടയ്ക്കാപുത്തൂർ ശേഖരപുരം ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ അഷ്ടമഹോത്സവം ജനുവരി 3 മുതൽ 10 വരെ നടക്കും. ജനുവരി 1 മുതൽ ശുദ്ധിക്രിയകൾ ആരംഭിക്കും. താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ ചെറുപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധന്വന്തരി പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് അടയ്ക്കാപുത്തൂർ ശേഖരപുരം ശ്രീ ധന്വന്തരി ക്ഷേത്രം. ജനുവരി 3-ന് തുടങ്ങി 10 വരെ 8 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുന്നത്. ജനുവരി 1-ന് ശുദ്ധിക്രിയകളോടെ ചടങ്ങുകൾ തുടങ്ങും. 3-ന് രാവിലെ മഹാഗണപതി ഹോമം, ഉപദേവന്മാരായ ശാസ്താവിൻ്റെയും വല്ലഭ ഗണപതിയുടെയും പ്രതിഷ്ഠാ കലശം എന്നിവ നടക്കും. തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി ഈക്കാട് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ താന്ത്രിക ചടങ്ങുകൾ, സമ്പൂർണ്ണ നാരായണീയ പാരായണം, നിറമാല, ചുറ്റുവിളക്ക്, രാത്രി തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, സംഗീതാർച്ചന, ഭക്തിപ്രഭാഷണം, ഭക്തിഗാനമേള, തായമ്പക, പഞ്ചവാദ്യം എന്നിവയും ഉണ്ടാകും. 9-ന് പള്ളിവേട്ടയും 10-ന് ആറാട്ടും നടക്കും. വൈകിട്ട് ദശസഹസ്ര ദീപസമർപ്പണവും ഉണ്ടാകും. ഉത്സവ ദിനങ്ങളിൽ 3 നേരവും അന്നദാനവും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ വിശിഷ്യ വള്ളുവനാട് താലൂക്കിലെ അപൂർവമായിട്ടുള്ള ധന്വന്തരി ക്ഷേത്രങ്ങളിലൊന്നാണ് അടയ്ക്കാപുത്തൂർ ശ്രീ ധന്വന്തരി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഈ വരുന്ന 3-ാം തീയതി വൈകിട്ട്, ജനുവരി 3-ാം തീയതി വൈകിട്ട് കൊടിയേറി 10-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ്. ഈ വർഷത്തെ ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിലെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പുനരുദ്ധരിച്ച വല്ലഭ ഗണപതി, അതേപോലെ തന്നെ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ, 2 ശ്രീകോവിലുകളുടെ നവീകരണം നടത്തി അതിൽ പുനഃപ്രതിഷ്ഠ കൂടി ഈ ഉത്സവത്തിന് മുന്നോടിയായിട്ട് നടത്തുന്നുണ്ട്. അത് 1, 2, 3 തീയതികളിലായിട്ട് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നവീകരിച്ച ബലിക്കല്ലുകളുടെ പ്രതിഷ്ഠയും ഈ 1, 2, 3 തീയതികളിൽ താന്ത്രിക പ്രവൃത്തികളോടുകൂടി, താന്ത്രിക കർമ്മങ്ങളോടുകൂടി നടത്തുകയാണ്. അതിനുശേഷം 3-ാം തീയതി വൈകിട്ടാണ് കൊടിയേറ്റം. 8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അഷ്ടാഹോത്സവം എന്നാണ് ഉത്സവം അറിയപ്പെടുന്നത്. 8 ദിവസങ്ങളിലായി വിവിധങ്ങളായ താന്ത്രിക കർമ്മങ്ങളും അതേപോലെ തന്നെ ആഘോഷ പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉത്സവം നടത്തുന്നത്. ഉത്സവത്തിന് വിപുലമായ രീതിയിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്
ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി ജയപ്രകാശ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കാനത്തിൽ, KR വേണുഗോപാൽ മാസ്റ്റർ, CB മോഹനൻ മാസ്റ്റർ, K ജയനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രക്ഷിതാക്കൾക്കായി ഒപ്പം നടക്കാം എന്ന ആശയവുമായി ഇഫക്റ്റീവ് പാരന്റിംഗ് പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം വലമ്പലിമംഗലം ALP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ നിർവഹിച്ചു. സമയം പോരാത്തൊരവസ്ഥയാണത്. നമുക്ക് ദിവസം പോണത് അറിയുന്നില്ല. കാരണം തിരക്ക് കൂടി. മുമ്പ് നമുക്ക് ദിവസം എന്താ പോവാത്തതെന്ന് ചോദിച്ച് കിടക്കാറുണ്ട്. കാരണം അന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. ഇപ്പോൾ ധാരാളം തിരക്കായി. അമ്മമാർ ഒരു 8-8:30 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ അടച്ച് ചോറാക്കി കൊടുത്തിട്ട് വേണം ഇറങ്ങാൻ അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള തിരക്കിലേക്ക് മാറി. എന്നാൽ മക്കൾ 4-4:30 എത്തുമ്പോൾ രക്ഷിതാക്കൾ 4:30 എത്തില്ല. അപ്പോൾ അവർ എത്തണമെങ്കിൽ ഒരു 5:30 ചിലപ്പോൾ 6 മണി ഒക്കെ ആവും. അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം കിടക്കുന്നത്. പാരന്റിംഗ് മേഖലയിൽ ശാസ്ത്രീയമായ സമീപന രീതികൾ, ആത്മവിശ്വാസം പകർന്നു നൽകൽ, കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ എങ്ങനെ സമീപിക്കാം, പഠനരീതികൾ, സൗഹൃദമായ ഗൃഹാന്തരീക്ഷം തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ കുട്ടികളോട് എങ്ങനെ ചേർന്ന് നിൽക്കാം എന്നത് സംബന്ധിച്ച അവബോധം പകർന്നു നൽകുന്നതിനാണ് രക്ഷാകർതൃ പഠന പോഷണ പരിപാടി ലക്ഷ്യമിടുന്നത്. 9 വിദ്യാലയങ്ങളിലെ 3000 രക്ഷിതാക്കളുമായി പദ്ധതിയിൽ സംവദിക്കും. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് CC ജയശങ്കർ മാസ്റ്റർ ക്ലാസ് നയിച്ചു. നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ, അത് ആയിട്ടില്ലാത്തൊരു ബേജാറാവൊന്നും വേണ്ട. അങ്ങനെയൊന്നും ആയിക്കോണമെന്നൊന്നുമില്ല, മനസ്സിലായോ? ചിലപ്പോൾ കുട്ടികൾ തന്നെ ആഗ്രഹിച്ചതല്ല അവർ ആയിത്തീരുന്നത്, വേറെ എന്തെങ്കിലും ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഹൈ ലെവൽ മാർക്ക് കിട്ടിയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലിയിലാണ് ആ കുട്ടികൾ കയറാറുള്ളത്. എത്രയോ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താ പക്ഷേ എല്ലാം പഠിച്ചത്, പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നത് അതല്ലാന്നാണ് പറഞ്ഞത്. മനസ്സിലായി? എൻ്റെ മരുമകള് മറ്റേ BTech M.Tech കഴിഞ്ഞ എല്ലാ റാങ്കാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K സുമതി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ M ഗിരിജ, പഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ, പ്രധാനാധ്യാപിക KA പവിത്രേശ്വരി, PTA പ്രസിഡന്റ് K രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി കളമെഴുത്ത് പാട്ടിന് തുടക്കമായി. മാർച്ച് 12-നാണ് ചിനക്കത്തൂർ പൂരം. രാവിലെ ഭഗവതിക്കാവിലെ പാട്ടുകുട്ടിലിൽ കൂറയിടലോടെയാണ് ധാരികവധം കളംപാട്ടിൻ്റെ ചടങ്ങുകൾ തുടങ്ങുക. ദിവസവും വൈകിട്ട് പഞ്ചവർണ്ണങ്ങളാൽ കാളിരൂപം വരയ്ക്കും. കളംപൂജ പൂർത്തിയാക്കി നന്തുണി മീട്ടിയാണ് പാട്ട്. തിരിയൊഴിച്ചിൽ കഴിഞ്ഞ് കോമരത്തിൻ്റെ കൽപ്പനയോടെയാണ് ദിവസവും കളംപാട്ട് ചടങ്ങിന് സമാപനം. ഭക്തർ വഴിപാടായി നടത്തുന്ന ചടങ്ങാണിത്. പൈങ്കുളം പടിഞ്ഞാറേ കല്ലാറ്റ് സജി കുറുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കളമെഴുത്തുപാട്ട്. പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്ത് ഫെബ്രുവരി 13-ന് തുടങ്ങും. ഫെബ്രുവരി 28-ന് പാട്ടുതാലപ്പൊലിയോടെ കളമെഴുത്തുപാട്ട് പൂർത്തിയാകും. 17 ദിവസത്തെ തോൽപ്പാവക്കൂത്ത് സമാപിക്കുന്ന മാർച്ച് 1-നാണ് പൂരം കൊടിയേറ്റം. മാർച്ച് 10-ന് പൂരത്താലപ്പൊലിയും 11-ന് കുമ്മാട്ടിയും ആഘോഷിക്കും. 7 ദേശങ്ങൾ ഉൾപ്പെട്ട തട്ടകത്തിൽ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ സജീവമാണ്. പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ ഗജവീരന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെയാണ് തമ്പാനങ്ങാടിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത്. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. അഞ്ചു ദിവസങ്ങളിലായാണ് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം നടക്കുന്നത്. താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 10-ന് ഭഗവതി സദ്യ ആരംഭിച്ചു. 15,000-ഓളം പേർ ഭഗവതി സദ്യയിൽ പങ്കെടുത്തു. ഗജവീരന്റെയും ദേവനൃത്തങ്ങളുടെയും മുത്തുകുടകളുടെയും വാദ്യമേള ഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. തുടർന്ന് തായമ്പക, കുടമാറ്റം, താലപ്പൊലി എഴുന്നള്ളിപ്പ് തുടങ്ങിയവയും നടന്നു.
വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കുംപാട്ടത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ബൈജു പുത്തൻമഠം എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം നർത്തകൻ ശ്രീധരൻ നായർ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ NT ബൈജു, സെക്രട്ടറി K സുബീഷ്, ട്രഷറർ സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. വാണിജ്യ വാർത്തകൾ. വസ്ത്രവിപണന രംഗത്ത് ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ റോയൽ സിൽക്സ് ഒരുക്കിയ വെഡിംഗ് പർച്ചേസ് ചെയ്യൂ, ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കൂ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. VK ശ്രീകണ്ഠൻ MP നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവാഹ പാർട്ടികൾക്കായി ഒറ്റപ്പാലം റോയൽ സിൽക്സ് ഒരുക്കിയ വെഡിംഗ് പർച്ചേസ് ചെയ്യൂ, ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കൂ എന്ന പദ്ധതിയുടെ ഭാഗമായി മലേഷ്യ ട്രിപ്പ് ഉൾപ്പെടെയാണ് ഭാഗ്യശാലികൾക്ക് ഒരുക്കിയിരുന്നത്. പദ്ധതിയുടെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ഷോറൂമിൽ VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവിടുത്തെ കസ്റ്റമേഴ്സിൽ നിന്നും നല്ല ദമ്പതികളെ, അവർക്ക് ഒരു വിദേശ യാത്രയും അതുപോലെ സംസ്ഥാനത്തും ഒരു ടൂറും സംഘടിപ്പിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചടങ്ങ്. അതിലെ ആർക്കൊക്കെയാണ് ഭാഗ്യം എന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. വിദേശത്തേക്ക് 5 കുടുംബങ്ങൾക്ക്, അതായത് 5 നവദമ്പതിമാർക്കും സ്റ്റേറ്റിൽ 10 പേർക്കും ഈ ഒരു സുവർണാവസരം റോയൽ സിൽക്സ് ഒരുക്കിയിരിക്കുക. ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ടെക്സ്റ്റൈൽ രംഗത്ത്, ഈ വ്യാപാര രംഗത്ത് ഇതുപോലെ കൂടുതൽ പേർക്ക് ടൂർ അവസരം, അതായത് ഇതുപോലെ ഹണിമൂൺ ട്രിപ്പ് ഒരുക്കിയ ആദ്യത്തെ സ്ഥാപനം ഒരുപക്ഷെ റോയൽ സിൽക്സ് ആയിരിക്കും. അതിൻ്റെ ഉടമസ്ഥൻ ശ്രീ ഹംസക്കാക്ക് അത്രയും നല്ലൊരു മനസ്സാണുള്ളത്. ദീർഘകാലമായി വ്യാപാര രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ ജനപ്രിയ സ്ഥാപനങ്ങളാക്കി മാറ്റിയത് ഇതുപോലുള്ള നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും ഒറ്റപ്പാലത്തെ ജനങ്ങൾക്ക് റോയൽ എന്ന് മനസ്സിലുള്ള പേരാണ്. ഇപ്പോൾ വിവിധ മേഖലകളിൽ വ്യാപാരം ചെയ്യുന്ന ഹംസക്കയ്ക്ക് നിരവധി കുടുംബങ്ങളുടെ അവരുടെ ക്ഷേമത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ സജീവമായ ഇടപെടലുണ്ട്. വളരെ മാതൃകാപരമായി വ്യാപാര രംഗത്ത് ഏറ്റവും ജനപ്രിയമായി പ്രവർത്തിക്കുന്ന റോയൽ സ്ഥാപനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. റോയൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ PV ഹംസ അധ്യക്ഷനായി. സംഘടനാ പ്രവർത്തകരും പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സപ്പോർട്ട് സഹായം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടാൻ കഴിയുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, കൗൺസിലർമാരായ ആതിര നാരായണൻ, റോയൽ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ണർമാരായ PV ഷാനവാസ്, PV ഷഹീസ്, PK റമീസ്, റോയൽ സിൽക്സ് മാനേജർ ഷഹീർ, റോയൽ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ഹനീഫ, മാനേജർമാരായ ഷെരീഫ്, റിഷാജ്, ദിനേശ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 5 ഭാഗ്യശാലികൾക്ക് 4 ദിവസമാണ് മലേഷ്യ യാത്ര. റഹിയാനത്ത്, മണികണ്ഠൻ ചുരങ്ങാട്, ആരാധ്യ പാലപ്പുറം, സുധീഷ് കീഴൂർ, ലാസ്യ നെല്ലിക്കുറിശി എന്നിവരാണ് മലേഷ്യ ട്രിപ്പിന് ഭാഗ്യം ലഭിച്ചവർ. 10 ഭാഗ്യശാലികൾക്ക് കുമരകത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ 1 ദിവസം താമസിക്കാനും അവസരമുണ്ട്. ബിനു മായന്നൂർ, എബിൻ റോഷൻ ഒറ്റപ്പാലം, അലി അക്ബർ വടക്കാഞ്ചേരി, രാകേഷ് വേങ്ങശ്ശേരി, അബ്ദുൾ റഷീദ് തിരുവില്ലാമല, സുജിത് ഷൊർണൂർ, മൊയ്തീൻ കുമ്പാരംകുന്ന്, രവീന്ദ്രൻ ലക്കിടി, ബിന്ദു പഴയന്നൂർ, രോഹിണി വെള്ളിനേഴി എന്നിവരാണ് ഈ 10 ഭാഗ്യശാലികൾ. കൂടാതെ പർച്ചേസ് ചെയ്ത 50 പേർക്ക് പട്ടുസാരിയും സമ്മാനമായി നൽകും. കൂപ്പണുകളിൽ അവസാന നമ്പർ 30 വരുന്ന 50 പേർക്കാണ് പട്ടുസാരികൾ സമ്മാനമായി ലഭിക്കുക.
പുതുവർഷത്തെ വരവേറ്റ് കാഞ്ഞിരപ്പുഴ UGS ബംഗ്ലാവ് ഡിസംബർ 26 മുതൽ ആരംഭിച്ച ഫുഡ് ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിനോദത്തോടൊപ്പം പുതുരുചികളും പരിചയപ്പെടുത്തിയാണ് UGS ബംഗ്ലാവ് സഞ്ചാരികളെ വരവേൽക്കുന്നത്. ന്യൂ ഇയർ പ്രമാണിച്ച് ഡിസംബർ 31-ന് DJ പാർട്ടിയോടൊപ്പം രുചികരമായ ഭക്ഷണവും ആസ്വദിക്കാം. കാഞ്ഞിരപ്പുഴയുടെ സൗന്ദര്യത്തെ ആവോളം നുകരുന്നതിനൊപ്പം വിവിധ രുചി വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്താനും മണ്ണാർക്കാട്ടെ യുവ സംരംഭകനായ അജിത് പാലാട്ടിന് കഴിഞ്ഞതായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. പ്രദീപ് ആശംസിച്ചു. ഇവിടുത്തെ നാട്ടുകാർക്ക് മാത്രമല്ല മറ്റു പ്രദേശങ്ങളിൽ എത്തുന്ന നാട്ടുകാർക്കും കാഞ്ഞിരപ്പുഴയുടെ സൗന്ദര്യത്തെ ആവോളം നുകരുന്നതിനും അതോടൊപ്പം തന്നെ രുചി വൈവിധ്യങ്ങൾ നമ്മുടെ കാഞ്ഞിരപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തുന്നതും മണ്ണാർക്കാടിന്റെ യുവ സംരംഭകനായിട്ടുള്ള പാലാട്ട് ഗ്രൂപ്പാണ്. ഷെഫ് പാലാഷ് വളരെ അഭിനന്ദനീയമായ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് O. നാരായണൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് ബാബു, ജയ, CPI നേതാവ് മണികണ്ഠൻ പറ്റശ്ശേരി, മോഹൻ ഐസക്, റിയാസ് തച്ചമ്പാറ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 വിട. പ്രത്യാശയും പ്രതീക്ഷയുമായി പുതുവർഷത്തെ വരവേറ്റ് ലോകം. 2024 കടന്നുപോകുന്നത് കേരളത്തിന് മറക്കാനാവാത്ത നൊമ്പരവുമായി. വയനാട് ദുരന്തം ഉൾപ്പെടെ കേരളം നേരിട്ടത് സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങൾ. വല്ലപ്പുഴയിൽ 15 വയസ്സുകാരിയെ കാണാനില്ലെന്ന് പരാതി. ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ ഷഹാന ഷെറിനെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത്. കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കാറിൽ കടത്താൻ ശ്രമിച്ച 9 കിലോ ചന്ദനവുമായി 3 യുവാക്കൾ മണ്ണാർക്കാട് അറസ്റ്റിൽ. വനംവകുപ്പിന്റെ സാൻഡൽ ടാസ്ക് ഫോഴ്സാണ് വാഹന പരിശോധനയ്ക്കിടെ ചന്ദനം പിടികൂടിയത്. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സന്നദ്ധാന സമ്മേളനം ബുധനാഴ്ച തുടങ്ങും. 5 ദിവസത്തെ പരിപാടികൾക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തും. മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പരിപാടികളിൽ പങ്കെടുക്കും. ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ വിദ്യാർത്ഥികളുടെ യാത്ര ജീവൻ പണയം വെച്ച്. വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുള്ള റോഡിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി വാഹനങ്ങൾ ചീറിപ്പായുന്നു. അപകടം ഒഴിവാക്കാൻ പോലീസ് സഹായം തേടി സ്കൂൾ അധികൃതർ. പെരിന്തൽമണ്ണയിൽ നടന്ന മലപ്പുറം ജില്ലാ കേരളോത്സവത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാർ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന് 2ാം സ്ഥാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.